പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇത് ദൈവീകമായ വലിയ ഒരു ഇടപെടലിൻ്റെ സമയമാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വിശ്വസിക്കണം, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പരിശുദ്ധമായ അൾത്താരയുടെ മുമ്പിലാണ്. സ്വർഗം ഇടപെടുന്ന സമയമാണ്. കണ്ണുകളടച്ച് സമ്പൂർണ്ണമായി സമർപ്പിക്കുക. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥകൾക്ക് മുമ്പിലും സ്വർഗം തുറക്കും, വിശ്വസിച്ചു കൊള്ളുക. സങ്കീർത്തനം 121 ഈ ശുശ്രൂഷ സമയത്ത് മനസ്സിൽ ഇത് വിശ്വസിച്ച് ഏറ്റുപറയണം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. എൻ്റെ പ്രിയരെ, 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് വിശ്വസിക്കുക. ഈ ആരാധന സമയം കാലാകാലങ്ങളായി എൻ്റെ ജീവിതത്തിലുള്ള അനേക തിന്മയുടെ കെട്ടുകൾ അഴിയുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങൾ മനസ്സിൽ കാണണം, പലതരത്തിലുള്ള തിന്മയുടെ കെട്ടുകളുണ്ട്. കർത്താവാണ് എൻ്റെ ആശ്രയം. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന സകല തിന്മയുടെ കെട്ടുകളും അഴിയപ്പെടാൻ പ്രാർത്ഥിച്ചോ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നന്നായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന സമയമാണ്. നിൽക്കുന്ന സ്ഥലത്തേക്ക് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു ആഗ്രഹിക്കണം. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ കാണപ്പെടുന്ന ഒരത്ഭുതം, ഒരടയാളം കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചൊരിയണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയെന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്നൊന്ന് വിളിച്ചേ, ഹൃദയം തുറന്നൊന്ന് വിളിച്ചേ, ഈശോയെന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. വലിയ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. പുതിയൊരു അഭിഷേകം കർത്താവ് ചൊരിയണമേ. കർത്താവ് ഞങ്ങൾ അങ്ങനെ ആശ്രയിച്ച് വിശ്വസിക്കുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ആരാധന, 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 ആരാധന. ഭാഷാവരത്തിലൊക്കെ സ്തുതിക്കാൻ കൃപ ലഭിക്കുന്ന ഒരു ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ. വലിയ അഭിഷേകം ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. വലിയൊരു ദൈവശക്തി വെളിപ്പെടട്ടെ. സ്തുതിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കെട്ടുകൾ അഴിയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നാവ് തുറന്ന് സ്തുതിച്ചേ, ഹൃദയം തുറന്ന് സ്തുതിച്ചേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. ദൈവമക്കൾ ഒന്ന് ചേർന്ന് കയ്യെ കടിച്ചു ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുകയാണ്. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ ഇത് സംഭവിക്കപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടുന്ന സമയമാണ്. എല്ലാവരും ചേർന്ന് ആഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന എൻ്റെ വിടുതലാണേ യേശുവേ. ഈ ആരാധന എൻ്റെ ആനന്ദമാണേ. ഈ ആരാധന എൻ്റെ സൗഖ്യമാണേ. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. ഈ ആരാധന എൻ്റെ സന്തോഷമാണേ. ഈ ആരാധന എൻ്റെ വിടുതലാണേ. ആമേൻ, ആമേൻ. ഈ ആരാധന ആമേൻ. സംഭവിക്കട്ടെ. സന്തോഷമാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ
തുറന്ന് വിളിച്ചേ, വിളിച്ചേ, വിളിച്ചേ. പോരാ, 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 പോരാ. നാവ് തുറന്ന് വിളിച്ചേ, ഹൃദയം തുറന്ന് വിളിച്ചേ, സ്വരമുയർത്തി വിളിച്ചേ. നിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. വലിയ അഭിഷേകം സംഭവിക്കട്ടെ. ആഗ്രഹിച്ച് കൈയടിക്കുന്നു. കരങ്ങളടിച്ച് ചേർന്നു ചേർന്നു. പോരാ, ഒന്നട കൈയടിച്ചേ. ശരീരം ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് കൈയടിച്ചേ. ആ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി ചവിട്ടേ. ശരീരത്തിൽ വലിയ മഹത്വം പ്രഖ്യാപിച്ച്, കർത്താവേ, ഞങ്ങളുടെ ശരീരം കൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. ഈ ആരാധന എനിക്കൊരു വിടുതലാണ്. ഈ ആരാധന എനിക്കൊരു സൗഖ്യമാണ്. ഈ ആരാധന എന്റെ രക്ഷയാണ്. കൈയടിച്ചേ, ചേർന്നു. ആരാധിപ്പാൻ യോഗ്യനെന്റെ യേശു മാത്രം, സ്തുതികൾക്ക് യോഗ്യനെന്റെ യേശു മാത്രം, ആമേൻ, ആമേൻ. പുകഴ്ചയ്ക്ക് യോഗ്യനെന്റെ യേശു മാത്രം, സംഭവിക്കട്ടെ. ബഹുമാനത്തിന് യോഗ്യൻ യേശു മാത്രം. ഇപ്പോൾ തന്നെ ആരാധിപ്പാൻ യോഗ്യനെന്റെ യേശു മാത്രം, ആമേൻ, സ്തുതികൾക്ക് യോഗ്യനെന്റെ യേശു മാത്രം, ആമേൻ, ആമേൻ. പുകഴ്ചയ്ക്ക് യോഗ്യനെന്റെ യേശു മാത്രം, യേശുവേ, ബഹുമാനത്തിന് യോഗ്യൻ യേശു മാത്രം. ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ ഒന്ന് വിളിച്ചേ. പോരാ, സ്വരം ഉയർത്തി വിളിച്ചേ. അഭിഷേകം, മൈറ്റി പവർ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. ആമേൻ. പവർ, anointing. കൈയടിച്ച് നന്നായിട്ട് കൈയടിച്ചേ. പോരാ, ശക്തിയോടെ. യെസ്. മലയാണെങ്കിൽ അത് മാറിപ്പോകും. ആമേൻ. മരുഭൂമിയാണെങ്കിൽ മന്ന ഒരുക്കും. ആമേൻ, ആമേൻ. മതിലാണെങ്കിൽ എരിഹോവായാലും മാറിയിടും നമ്മൾ ആർക്കുമ്പോൾ. യേശുവേ, മലയാണെങ്കിൽ അത് മാറിപ്പോകും. സംഭവിക്കട്ടെ. മരുഭൂമിയാണെങ്കിൽ മന്ന ഒരുക്കും. ആമേൻ. മതിലാണെങ്കിൽ എരിഹോവായാലും മാറിയിടും നമ്മൾ ആർക്കുമ്പോൾ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ആമേൻ, ആമേൻ. ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. പാടിക്കേ. ഈ ആരാധന എന്റെ വിടുതലാണ്. ഈ ആരാധന എന്റെ ആനന്ദമാണ്. ഈ ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. The mighty power, the mighty power. ദൈവജനത്തിലേക്ക് ശക്തമായി സംഭവിക്കട്ടെ. കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. വലിയ അഭിഷേകം കർത്താവേ സംഭവിക്കട്ടെ. കാറ്റടിക്കട്ടെ. ദൈവമക്കളിലേക്ക് അത്ഭുത ശക്തി പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ സംഭവിക്കുന്നു. പരിശുദ്ധ അൽത്താരിൽ നിന്ന് ദൈവശക്തി വെളിപ്പെടുന്നു. അനേകരിലേക്ക് വെളിപ്പെടുന്നു. ചേർന്നു. യെസ്, the power, anointing. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ച. പോരാ, കുടുംബത്തിലെ അംഗങ്ങളെ ഓർത്ത് കൈയടിച്ചേ. ഇനി കാര്യമില്ല. യെസ്. ആപത്തു കാലത്തിൽ ആദി വേണ്ട. ആമേൻ. അർദ്ധരാത്രിയിൽ അടിസ്ഥാനമിളകും. ചങ്ങലകൾ എല്ലാം അഴിയും. ഭയപ്പെടുവാൻ ഇനി കാര്യമില്ല. ആമേൻ, ആമേൻ. ആപത്തുകാലത്തിൽ ആദി വേണ്ട. ചേർന്ന് അർദ്ധരാത്രിയിൽ അടിസ്ഥാനമിളകും. ചങ്ങലകളെല്ലാം അഴിയും. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടേ. ആരാധന എന്റെ വിടുതലാണ്. ചാടിത്തൊള്ളേ. ആരാധന എന്റെ ആനന്ദമാണ്. ആമേൻ, ആമേൻ. ആരാധന എന്റെ സൗഖ്യമാണ്. ഈ ആരാധന എന്റെ സന്തോഷം. ഈ ആരാധന
ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്, ആമേൻ. ഈ ആരാധന എന്റെ ചേർന്ന് പാടിക്ക. ഈ ആരാധന, ഈ ആരാധന എന്റെ വിടുതലാണ്, ഈ ആരാധന എന്റെ ആനന്ദമാണ്, ഈ ആരാധന എന്റെ സൗഖ്യമാണ്, യേശുവേ. ഈ ആരാധന എന്റെ സന്തോഷമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് തന്നെ സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് വെളിപ്പെടുന്നു. എല്ലാ എതിർ ചിന്തകളും കർത്താവ് എടുത്തു മാറ്റുന്നു. എല്ലാ എതിർ ചിന്തകളും കർത്താവ് എടുത്തു മാറ്റുന്നു. അനേക മാനസിക ദുഃഖങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു. വിശ്വസിച്ച് നീ പ്രാർത്ഥിക്കുക. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ അരൂപി ആഞ്ഞടിക്കുന്നു. ഒരു കാറ്റായിട്ട് അടിക്കുന്നു, ഒരു തീയായി അടിക്കുന്നു. നിന്റെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഭാഷാവരത്തിലൊക്കെ സ്തുതിക്കാൻ കൃപ ലഭിക്കുന്ന ഒരു ഭാഷാവരത്തിൽ സ്തുതിക്കട്ടെ. വലിയ ദൈവശക്തി വെളിപ്പെടട്ടെ. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് വലിയ അഭിഷേകം വെളിപ്പെടട്ടെ. ദൈവിക ശക്തിയാണ് വെളിപ്പെടുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവമേ, ദൈവമേ, കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. രണ്ട് കരങ്ങളും ശിരസിൽ ഒന്ന് കമിഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. നിന്റെ ശരീരത്തെ പരിശുദ്ധ അൾത്താരയിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം ഇതാ പരിശുദ്ധാത്മാവിന് നീ വിട്ടുകൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവേ, എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗപീഠകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ എവിടെ നിന്നാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിലും ഒരു കാര്യം വിശ്വസിക്കുക. നിന്റെ തൊട്ട് മുമ്പിൽ ദിവ്യവൈദ്യനായ ഈശോ ഇതാ നിൽക്കുന്നു. ആ ഈശോയുടെ ശക്തി, അതായത് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ പവർ നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നീ അത് വിശ്വസിച്ച് അത് ഏറ്റെടുക്കൂ. നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ശിരസ് സംബന്ധമായ രോഗങ്ങളുള്ളവർ സമർപ്പിക്കുന്നു. തലയ്ക്ക് വേദന, തലയ്ക്ക് ഭാരം, അസ്വസ്ഥത, ഓർമ്മക്കുറവ്, ബ്രെയിൻ സംബന്ധമായ ഏതെങ്കിലും രോഗപീഠകൾ, ഏതെങ്കിലും അപകടത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ചതവ്, വേദന, അസ്വസ്ഥതകൾ സമർപ്പിക്കുന്നു. നിരന്തരമായി മൈഗ്രെയിൻ, സൈനസൈറ്റിസ് രോഗപീഠകൾ, തലവേദന സമർപ്പിക്കുക. കണ്ണിന്റെ കാഴ്ചശക്തി സംബന്ധമായ രോഗങ്ങൾ, കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വരിക, കണ്ണിൽ ചൊറിച്ചില്, കാഴ്ചശക്തി മങ്ങുന്ന രോഗങ്ങൾ സമർപ്പിക്കുക. മൂക്ക് നാസാരന്തരം സമർപ്പിക്കുക. വിട്ടുമാറാത്ത ജലദോഷം, മൂക്കടപ്പ്, ശ്വാസം മുട്ടല്, മൂക്കിൽ ദശ വളരുന്ന രോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചുണ്ട്, പല്ല്, നാവ് സമർപ്പിക്കുക. മൗത്ത് അൾസർ, അലർജി രോഗങ്ങളെ സമർപ്പിക്കുക. മോണ, പഴുപ്പ്, പല്ല് വേദന സമർപ്പിക്കുക. ചെവി സമർപ്പിക്കുക. കേൾവി സംബന്ധമായ രോഗങ്ങൾ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന അവസ്ഥ, ചെവിക്ക് ചുറ്റും ഇങ്ങനെ മൂളിച്ച പോലെ ഒച്ച കേൾക്കുന്ന അവസ്ഥ ഉള്ളവരുണ്ടല്ലോ, പ്രാർത്ഥിച്ചോ. കഴുത്ത് സംബന്ധമായ രോഗങ്ങൾ, പെടല് തിരിക്കാൻ ബുദ്ധിമുട്ട്, തൊണ്ട സംബന്ധമായ സ്വര സംബന്ധമായ രോഗങ്ങൾ, പീഡകൾ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കൈകളെ കൈകളുടെ ബലക്കുറവ്, അസ്ഥികളുടെ തേയ്മാനം, ഒരു ഒപ്പിടാൻ പോലും പറ്റാത്തവണ്ണം കൈകൾക്കുള്ള വിറവല് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശരീരത്തിലേക്ക് നിന്റെ ശക്തി വെളിപ്പെടട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കുക. നെഞ്ചിന്റെ വേദന, നെഞ്ചുവേദന, ശ്വാസം മുട്ടല് സമർപ്പിക്കുന്നു. നെഞ്ചിൽ എന്തോ കയറ്റി വെച്ചതുപോലുള്ള അവസ്ഥയുള്ളവരുണ്ട്, പ്രാർത്ഥിച്ചോളൂ. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമായ കൃപ. ഉറക്കം ലഭിക്കാത്തവരുണ്ടല്ലോ, പ്രാർത്ഥിച്ചോ. കർത്താവ് നിന്റെ മേൽ കൃപ നൽകുകയാണ്. കർത്താവെ, ശക്തി എൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നിന്റെ ഹൃദയത്തെ സമർപ്പിക്കുക. ചെറുതും വലുതുമായിട്ടുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങളെ സമർപ്പിക്കുക. ഈശോയെ, നിന്റെ ശക്തി എൻ്റെ ശരീരത്തിലേക്ക്, ഹൃദയത്തിലേക്ക് വെളിപ്പെടട്ടെ. ലങ്സ്, ശ്വാസകോശത്തെ സമർപ്പിക്കുക. കർത്താവെ, കിഡ്നി, ലിവർ ഫങ്ഷൻസ്, ആമാശയത്തെ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ദഹനേന്ദ്രിയം, വൻകുടൽ, ചെറുകുടൽ സമർപ്പിക്കുക. വയറ് വീർക്കുന്ന അവസ്ഥ, ഗ്യാസ് ട്രബിൾ, നെഞ്ച് വേദന, നെഞ്ചിരിച്ചിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. പ്രത്യേകിച്ച് ചില ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് വൊമിറ്റിംഗ് സെൻസേഷൻ, ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ,
ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വയറ് വീർക്കുന്ന അവസ്ഥ, ചില ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അലർജി രോഗങ്ങൾ സമർപ്പിച്ചോ. ഓരോരുത്തരുടെ രോഗങ്ങൾ എന്താണോ ആ മേഖലകൾ സമർപ്പിക്കുക. അൾസർ രോഗപീഠകൾ, നെഞ്ചെരിച്ചിൽ സമർപ്പിച്ച്, പ്രത്യേകമായിട്ട് പ്രഷർ രോഗവേദന സമർപ്പിക്കുക. ഷുഗർ പേഷ്യൻറ്റ് സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. കർത്താവെ, അടിവയറ് വേദന, അസ്വസ്ഥത കർത്താവെ സമർപ്പിക്കുന്നു. നിന്റെ ശക്തി എൻ്റെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. നടുവിൻ്റെ വേദന, പുറം വേദന, കുനിയാനോ നിവരാനോ പറ്റാത്ത വണ്ണമുള്ള അസ്വസ്ഥത, ഏതെങ്കിലും വീഴ്ചയുടെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ള വേദനകൾ സമർപ്പിക്കുക. ലൈംഗിക സംബന്ധമായ രോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് നിനക്ക് സൗഖ്യം നൽകുന്ന സമയമാണ്. സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, പീരിയഡ് സംബന്ധമായ സ്ത്രീജന്യ രോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈൽസ്, ബ്ലീഡിംഗ് രോഗങ്ങളെ സമർപ്പിക്കുന്നു. വ്യത്യസ്ത അലർജി രോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ ശക്തി ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. രണ്ട് കാലിന് മുട്ടിന്റെ വേദന, മുട്ടുകുത്താൻ ബുദ്ധിമുട്ട്, മുട്ടിന് തേയ്മാനം, നടക്കുമ്പോൾ വേച്ച് പോകുന്നത് പോലുള്ള അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. നിന്റെ ശരീരത്തിന്റെ കൈകാലുകളിലേക്ക് കർത്താവിന്റെ ശക്തിയാണ്. കാലിൽ മസിൽ കയറുന്ന വേദന, കാലിന് വ്യത്യസ്തമായിട്ടുള്ള ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്ന വേരിക്കോസ് വെയിൻ രോഗപീഠകൾ, കാൽപാദം സമർപ്പിക്കുക. കാൽപാദത്തിൽ നീര് വയ്ക്കുന്ന അവസ്ഥ, പ്രത്യേകമായിട്ട് ഉപ്പൂറ്റ് വേദന, ഉപ്പൂറ്റ് വിണ്ടുകീറുന്ന അവസ്ഥ, ആണി രോഗങ്ങൾ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, രണ്ട് കരങ്ങളും പരിശുദ്ധ അൽത്താരിലേക്ക് നീട്ടിപ്പിടിച്ചോ. നീട്ടിയ കൈകളിലേക്ക് നിന്റെ രോഗം എന്താണോ ആ രോഗപീഠയെ സമർപ്പിക്കുക. ക്യാൻസർ രോഗപീഠമുള്ളവർ സമർപ്പിച്ചു പ്രാർത്ഥിച്ചോ. നിന്റെ മേൽ കർത്താവിന്റെ അത്ഭുത ശക്തിയാണ് വെളിപ്പെടുന്നത്. പരിശുദ്ധാത്മാവേ, ഈ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. നീ ആയിരിക്കുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടേക്ക് ദൈവത്തിന്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:1-2 തിരുവചനം, രൂപരഹിതമായവയ്ക്ക് മുകളിൽ, ശൂന്യമായവയ്ക്ക് മുകളിൽ, അന്ധകാരമായവയ്ക്ക് മുകളിൽ പറന്നതിറങ്ങിയ പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിലേക്കും പറന്നിറങ്ങട്ടെ. നിന്റെ എല്ലാ രോഗങ്ങളെ സമർപ്പിക്കുക. കർത്താവേ, ഇതാണ് എന്റെ അവസ്ഥ, സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഇതാ ഈശോ നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സമയം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ശക്തി എന്റെ ശരീരത്തിലേക്ക് വെളിപ്പെടണമേ. രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് നിന്റെ രോഗം എന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ ശക്തി എന്റെ ശരീരത്തിൽ വെളിപ്പെടാൻ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം, പരിശുദ്ധാത്മാവേ, കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ വലിയ സൗഖ്യം എന്റെ മേൽ വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. ആത്മാവേ വരണമേ, ദൈവമേ, ആശ്വാസത്തിൻ്റെ ആത്മാവേ വരണമേ. സ്വർഗത്തിന്റെ ശക്തിയാണ് ഇവിടെ സംഭവിക്കുന്നത്. സൗഖ്യത്തിന്റെ ആത്മാവേ വരണമേ, The mighty power. ആശ്വാസത്തിൻ്റെ ആത്മാവേ വരണമേ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ആമേൻ. പാവനാത്മാവേ, സംഭവിക്കട്ടെ. സൗഖ്യമായി എന്നിൽ, ആമേൻ. പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ ദൈവമേ, പാവനാത്മാവേ, നിന്റെ ശക്തി എന്നിൽ വെളിപ്പെടട്ടെ. സൗഖ്യമായി എന്നിൽ ആമേൻ. പറന്നിറങ്ങണമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് എല്ലാ മനസ്സിലെ ഭാരവും കൊടുത്ത് പ്രാർത്ഥിച്ചോ. ശരീരത്തെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവ് നിന്റെ മനസ്സിന്റെ ഭാരത്തിലും ഇടപെടുകയാണ്. സങ്കീർത്തനം 55:22, നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഇതാ നിന്റെ ഭാരങ്ങൾ എന്താണോ ആ വിഷമങ്ങളൊക്കെ ഈശോയ്ക്ക് കൊടുത്തോ. ഈശോയെ, നിന്റെ ശക്തിയാൽ എന്റെ മനസ്സിലെ ഭാരങ്ങളെ മാറ്റണമേ. ഓർത്തോർത്തുള്ള ദുഃഖത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ മരണത്തിന് ശേഷം വലിയ ഭാരത്തിൽ കഴിയുന്നവരുണ്ടല്ലോ, സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, വലിയ അസ്വസ്ഥത, ഒരു ഉത്സാഹം തോന്നുന്നില്ല, വലിയ മടി, അലസത ബാധിച്ചിട്ടുള്ളവർ പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ മനസ്സിന്റെ ഈ ഭാരം മാറ്റണമേ. ആരെങ്കിലും നിന്നോട് പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ വിഷമിച്ചു കഴിയുകയാണോ, ഇതാ ഈശോയുടെ ശക്തി നിന്റെ മേൽ നിറയുന്ന സമയം. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോ. ഏതെങ്കിലും ഭയചിന്തകൾ നിന്നെ പീഡിപ്പിക്കുന്നുണ്ടോ, ഈ സമയം പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ, എന്റെ ഈ ഭയചിന്ത എടുത്തു മാറ്റണമേ.
ഈ സമയത്ത് തന്നെ സംഭവിക്കട്ടെ. മനസ്സിൽ എനിക്കൊരു വിലയുമില്ല, ഞാൻ ഒന്നിനും കൊള്ളിയല, എന്തിനാണ് എന്റെ ജീവിതമെന്ന് ഭാരപ്പെടുന്നുണ്ടോ, ഇതാ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിറയുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ മേൽ അത്ഭുതകരമായ ശക്തി വെളിപ്പെടണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നിരാശ, ദുഃഖം, അപകർഷതാബോധം, ആത്മഹത്യ പ്രവണത, നിന്റെ ജീവിതത്തിലുള്ള സകല മാനസിക ദുഃഖപീഠകളുടെ മേലും പരിശുദ്ധാത്മാവ് കിടന്നു വിടരട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ, ആത്മാവേ വരണമേ. ആത്മാവേ, ആശ്വാസത്തിൻ ആത്മാവേ വരണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. രക്ഷയാകും ആത്മാവേ വരണമേ. ആത്മാവേ, ആശ്വാസത്തിൻ ആത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആമേൻ, പാവനാത്മാവേ, ആമേൻ, രക്ഷയായ എന്നിൽ, ആമേൻ, പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, യെസ്, പാവനാത്മാവേ, സംഭവിക്കട്ടെ. രക്ഷയായ എന്നിൽ ഈ ശുശ്രൂഷ സമയത്ത് പറന്നിറങ്ങണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു. നിന്റെ ആത്മീയ ജീവിതത്തിൽ നിന്നെ ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയത്തിൽ പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചോണം. നിന്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തുന്ന ഏതെങ്കിലും ബന്ധങ്ങൾ, അത് പൈശാചിക പീഡകളായിട്ട് കടന്നു വരും. ഈ സമയത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ആത്മീയ ജീവിതത്തെ, എൻ്റെ അഭിഷേക ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന, പുറകോട്ട് വലിക്കുന്ന ഇന്ന കാര്യങ്ങളിൽ കർത്താവെ ഇടപെടണം. പരിശുദ്ധാത്മാവ് ഇടപെടണം. രണ്ട് കരങ്ങൾ ഉയർത്തിയ മേഖലകൾ സമർപ്പിക്ക്. ഒരുപക്ഷെ ചില അടിമത്തങ്ങൾ ഉണ്ടാവും, ചില ദുശീലങ്ങൾ എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറുന്നില്ല. ഇപ്പോൾ കർത്താവ് ആ മേഖലയിൽ വിടുതൽ നൽകുകയാണ്. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ചില ദുശീലങ്ങൾ വേണ്ടെന്നാണ് ആഗ്രഹം, പക്ഷെ വീണ്ടും വീണ്ടും അത് ചെയ്തു പോകുന്നു. പരിശുദ്ധാത്മാവേ, എന്റെ ദുശീലങ്ങളുടെ മേലൊരു നിയന്ത്രണം, ജഡിക പാപ പീഡകളുടെ മേലൊരു നിയന്ത്രണം, അഭിഷേകത്തെ നഷ്ടപ്പെടുത്തുന്ന ചില അടുപ്പങ്ങൾ, ലോക കാര്യങ്ങളോടുള്ള അടുപ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ ഉള്ളവരുണ്ടല്ലോ, അനേകരുണ്ടല്ലോ, സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അശ്ലീല ചിത്രങ്ങൾ കാണുക, വീഡിയോ കാണുക, അതിന്റെ പുറകെ സമയം കളയുക. നിന്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തുന്ന ഈ മേഖലകളെ സമർപ്പിക്കുക. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. കർത്താവേ, എൻ്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തുന്ന, അഭിഷേകത്തെ എന്നിൽ നിന്ന് എടുത്തു കളയുന്ന എല്ലാ മേഖലകളെയും കർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് ബന്ധിക്കണമേ. ദൈവശക്തി, പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ ശക്തിയെ, സ്വർഗത്തിന്റെ ശക്തിയെ എന്നിലേക്ക് ഇടപെടണമേ. കൈകൾ ഉയർത്തി വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ആത്മാവേ, വിടുതൽ നൽകും ആത്മാവേ വരണമേ. സംഭവിക്കട്ടെ. അഭിഷേകത്തിൻ ആത്മാവേ വരണമേ. വിടുതൽ നൽകും ആത്മാവേ, വിടുതൽ നൽകും ആത്മാവേ വരണമേ. അഭിഷേകം, അഭിഷേകത്തിൻ ആത്മാവേ വരണമേ. സംഭവിക്കുന്നു. ചേർന്ന് പരിശുദ്ധാത്മാവേ, ആമേൻ, പാവനാത്മാവേ, ആമേൻ, എൻ്റെ ഈ അവസ്ഥയിൽ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആമേൻ, പാവനാത്മാവേ, യെസ്, എൻ്റെ ഈ അവസ്ഥയിൽ പറന്നിറങ്ങണമേ. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയൊരു കൃപ സ്വീകരിക്കുകയാണ്. ഈ രണ്ട് പേരായി ഒന്ന് മുഖത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കാമോ? നിങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒന്ന് ചേർത്ത് പിടിച്ചോ. എന്നിട്ട് ആ വ്യക്തിയുടെ ശിരസിലേക്ക് നിന്റെ വലതുകരം ഒന്ന് വെച്ചേ. ഇതൊരു അഭിഷേകത്തിന്റെ കരമാണ്. കർത്താവേ, ഈ ആരാധന സമയം ലോകമെമ്പാടുമുള്ള ദൈവജനം ഒരുമിച്ച് ഇതാ പ്രാർത്ഥിക്കുന്ന സമയം
ഞാൻ ഈ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ വിളിക്കണം. എന്നിട്ട് അവരുടെ ശിരസിൽ നീ ആ കൈവച്ച്, കർത്താവേ, ഈ വ്യക്തിയിൽ അഭിഷേകം ഇരട്ടിയാകണമേ. ലോകമെമ്പാടും ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവജനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാവെ ഒരു പുത്തൻ കൃപ ചൊരിയപ്പെടട്ടെ. ഈ വ്യക്തിയിൽ കാണപ്പെടുന്ന ഒരു അടയാളം, ഒരു അത്ഭുതം സംഭവിക്കണമേ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നോടെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള കൂദാശകളുടെ അഭിഷേകത്തോട് ചേർന്ന് ഈ വ്യക്തിയെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ആ വ്യക്തിയുടെ ശിരസിൽ കൈവച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നിനക്കറിയാവുന്നത് പോലെ ഒന്ന് സ്തുതിച്ചേ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകം, വലിയ ശക്തി ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. കൃപയ്ക്ക് മേൽ കൃപ നിറയപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവമേ, നിന്റെ കൃപയാൽ നിറയട്ടെ, വിശുദ്ധമാൻ നിറയട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയപ്പെടട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഈ വ്യക്തിയിലേക്ക് നിറയപ്പെടട്ടെ. അഭിഷേകം സംഭവിക്കട്ടെ. ഏലിയാക്ക് നൽകിയൊരഭിഷേകം, ഇതേ അഭിഷേകം ഏലീശ വാങ്ങിയൊരഭിഷേകം. ആമേൻ, ആമേൻ. ഏലിയാക്ക് നൽകിയൊരഭിഷേകം സംഭവിക്കട്ടെ. ഏലീശ വാങ്ങിയൊരഭിഷേകം. യെസ്, ആമേൻ. ആത്മാവിൻ അഭിഷേകം ദൈവമക്കൾക്ക്, ദൈവമക്കൾക്ക് അവകാശം സംഭവിക്കുന്നു. ആത്മാവിൻ അഭിഷേകം ദൈവമക്കൾക്ക്, ദൈവമക്കൾക്ക് അവകാശം. അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചനുഗ്രഹിച്ച്, അവരുടെ നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചനുഗ്രഹിച്ച്, അതിനുശേഷം അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്ന് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിഷേകം, എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് വിശ്വസിച്ചോണം. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളിലും ദൈവം ഇടപെട്ട് കഴിഞ്ഞു. വിശ്വസിക്കുന്ന ഒരൊച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. എന്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആമേൻ, ആമേൻ. സർവശക്തനായ ദൈവമാണ്. ആമേൻ, ആമേൻ. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടായാലും എന്റെ ദൈവം അറിയാതെ എന്റെ മേലെന്ന് സംഭവിക്കില്ല. എന്റെ ദൈവം നല്ലവനാണ്. ആമേൻ, ആമേൻ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. നല്ല കയ്യടി കൊടുത്ത പോരാ, 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 പോരാ. കരങ്ങൾ ഉയർത്തി ഒന്ന് കൈയടിച്ചേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു കൃപ ഒരു ദീപികാരുടെ പ്രദക്ഷിണവുമായിട്ട് സ്വീകരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മണ്ണിൽ ജീവിച്ച ഈശോ നിന്റെ പക്കലേക്ക് കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും. ദിവ്യകാരുണ്യം നിന്റെ പക്കലേക്ക് കടന്നു വരുമ്പോൾ നിൽക്കുന്ന ദൈവജനം രണ്ട് വശത്തുള്ളവരും തിരിഞ്ഞു നിൽക്കുക, കൈകളൊന്ന് കൂപ്പിപ്പിടിക്കുക, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ദൈവജനം ഈ വഴിയിലേക്കൊന്ന് തിരിഞ്ഞു നിന്നേ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കൈകളൊന്ന് കൂപ്പിപ്പിടിച്ചോ, കണ്ണടച്ചോ, പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റാത്ത അനേകരുണ്ട്. അവർക്ക് വേണ്ടി ഒന്ന് ഓർത്തേ. നിങ്ങളുടെ കുടുംബത്തിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർ പല സ്ഥലങ്ങളിലുമുണ്ട്. ഒരുപക്ഷെ ചിലര് പള്ളി പോവില്ല, പ്രാർത്ഥിക്കത്തില്ല, ദൈവവിചാരമില്ല, കുടുംബ പ്രാർത്ഥനയില്ല. നമ്മൾ ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ കുറിച്ച് പറയുമ്പോൾ അവർ എതിർക്കും, അവർ അസ്വസ്ഥപ്പെടും, അവർ നിങ്ങളെ ചോദ്യം ചെയ്യും. അപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കൃപയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ണടച്ച് കൈകൾ കൂപ്പി, കർത്താവേ, ഇന്ന എൻ്റെ പ്രിയപ്പെട്ട മകൻ, മകള്, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ സഹോദരൻ, ഒരുപക്ഷെ നമ്മുടെ അപ്പനോ അമ്മയോ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോ, നമ്മുടെ കൂട്ടായ്മയിലുള്ളവരോ, നമ്മുടെ ഇടവകയിലുള്ളവരോ, അങ്ങനെ ആരുമായിക്കൊള്ളട്ടെ, അവരെ മനസ്സിൽ ഓർക്കണം. കർത്താവേ, ഈ ദിവ്യകാരുണ്യ ആശീർവാദം ഞാൻ സ്വീകരിക്കുമ്പോൾ ഇന്ന വ്യക്തിക്ക് വേണ്ടി സ്വീകരിക്കുന്നു. ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ കണ്ട് അവരുടെ പേര് മനസ്സിൽ പറഞ്ഞ് ഈ ആശീർവാദം സ്വീകരിക്കണം. നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും അത്ഭുതങ്ങൾ നിറയുന്നൊരു ശുശ്രൂഷയാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണം. കരങ്ങൾ കൂപ്പി ഭക്തിയോടുകൂടെ ഈശോയെ സ്വീകരിക്കുമ്പോൾ, ഈശോയെ, ഈ നിയോഗത്തിൽ കാണപ്പെടുന്ന അത്ഭുതം, അടയാളം വിശ്വസിച്ച് ഞാൻ ഏറ്റെടുക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം.
സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധന ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. യേശു നീ, യേശു നീ, ദിവ്യകാരുണ്യത്തിൽ നോക്കിക്കൊണ്ട് മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, ഇതാ നമ്മുടെ ദൈവം. യേശു നീ, യേശുവേ യേശു നീ, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ചങ്കുപൊട്ടി ആരാധിക്കുന്നു. ജയിച്ചെഴുന്നേറ്റവൻ. ഹല്ലേലൂയ കർത്താവേ. എല്ലാ മുട്ടും മടങ്ങും, ആമേൻ. എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. അതരം തുറന്ന് പാടി. എല്ലാ മുട്ടും മടങ്ങും, ഇതാ അവൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നാവും പാടി, നമ്മുടെ കണ്ണുനീരിലേക്ക് കടന്നു വരുന്നു. മാത്രം ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുന്ന സമയം. എല്ലാ മുട്ടും മടങ്ങും, ഈശോ, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഇരുകരങ്ങൾ പിടിച്ച് വിളിക്കാമേ. യേശുവേ. ദിവ്യകാരുണ്യത്തിലേക്ക് രണ്ട് കയറ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ എല്ലാത്തിന്റെയും പരിഹാരമായവൻ എന്റെ യേശുവേ, എന്റെ ഭവനത്തിലേക്ക് വരണമേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ. ദൈവമേ, എന്റെ ജീവിതത്തിന്റെ കണ്ണുനീരിന്റെ ഉറവിടങ്ങളിലേക്ക് വരണമേ. ഹല്ലേലൂയ കർത്താവേ, ഞങ്ങൾ അങ്ങയിലേക്ക് ദൃഷ്ടി ഉയർത്തുന്നു, കരങ്ങൾ ഉയർത്തുന്നു. ദിവ്യകാരുണ്യമായി എഴുന്നള്ളുന്ന കർത്താവേ, ആരാധന. ഹാല ഹാല ഹാല. ഭാഷാവരത്തിൽ അല്പസമയം ശ്രദ്ധിച്ച് അവിടുത്തെ ആരാധിക്കുക. ഹാല 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 ഹാല. ജീവന്റെ ജീവനായ യേശുവേ, കണ്ണുനീര് തുടച്ച് കടന്നു വരുന്ന ഈശോയെ, ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആരാധന ആരാധന. കരങ്ങൾ വീശി ആരാധന, 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 ആരാധന. എല്ലാവരും ചേർന്ന് കൈകൾ വീശി ഈശോയെ ആരാധിക്കുന്നു. രാജാതിരാജനായ യേശു, അത്യുന്നതങ്ങളിൽ ഓശാന. ജനമെല്ലാം അവിടുത്തെ ആരാധിക്കുന്നു. ദൈവമേ, ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കാതെ പോകരുത്. ദൈവമേ, ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ ജനം അങ്ങയെ ആരാധിക്കുന്നപ്പാ, അങ്ങയുടെ ജനം അങ്ങയെ തേടുന്നു കർത്താവേ. ഓ സ്തോത്രമാരാധന, സ്തോത്രം ദൈവമേ. സാധിക്കുന്നവർ മുട്ടുമേൽ നിന്നുകൊണ്ട് സ്തുതിച്ച് ആരാധിക്കുന്നു. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നൈറ്റ് വിജിലിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കൂ. നിങ്ങളുടെ സാക്ഷ്യം അനേകർക്ക് വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും കാരണമാകട്ടെ.
വാട്സ്ആപ്പ് 9446896600. ഇമെയിൽ nightwigil@shalomtelevision.in. കത്തുകൾ അയക്കാൻ നൈറ്റ് വിജിൽ, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528.